ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണം അല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായി അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ കുറച്ച് ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്തത് ഫ്രം തെമ്മൂന്നും ഡേ ടു ഡേ എന്നൊക്കെ വാങ്ങിയത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. മെയിൻലി ഹോം ഡെക്കർ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു കമ്മിങ് വീക്കെൻഡിൽ നമ്മളത് ശരിയാക്കുന്നതായിരുന്നു. അതായത് മെയിൻ്റനൻസ് എന്ന ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കമ്മിങ് വീക്കെൻഡിൽ വന്നിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെയാണ് അവർ വന്ന് എല്ലാം സെറ്റ് ചെയ്തു. ഫൈനലി നമ്മൾ വിചാരിച്ച പോലെ ഏകദേശമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ റൂം. അപ്പോൾ അതെങ്ങനെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അതിൻ്റെ ഇടയിൽ ശരത്തേണ്ട വക ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്നും കൂടിയും കാണിച്ചു തരാം. പിന്നെ ഇന്നലെ തന്നെ ഞാൻ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് കാരണമാണ് ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ഡ്രില്ലിങ് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിൽ ഫുള്ള് പൊടി കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല ലേറ്റായി. പിന്നെ ഭയങ്കര ടയേർഡായിരുന്നു. ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്കും അതെ, രാത്രി അതെ കേട്ടോ. അത്രയ്ക്കധികം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു. പിന്നെ ശരത്തേട്ടൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരത്തേട്ടനാണെന്നുണ്ടെങ്കിലും പിന്നെ അലർജിയുടെ ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഫുള്ള് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ആ ഒരു ഈവനിങ് അവർ പോകുമ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ നമ്മൾ ജസ്റ്റ് ലൈഫിനെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ അവൈലബിൾ ആവണമെന്നൊന്നും അറിയില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാതും ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് വീഡിയോ കണ്ട് നോക്കി നോക്കൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചുള്ളതെന്ന് കാണിക്കാം. ഞാൻ ഒരു ഡീറ്റെയിൽ ഹോം ടൂർ അല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മൾ വാങ്ങിയ സാധനങ്ങൾ, അതായത് ഈ ഹോം ഡെക്കർ ഐറ്റംസ് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഹോം ടൂർ വീഡിയോ നമ്മൾ ഇനി കുറച്ച് സാധനങ്ങൾ കൂടി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഹോം ടൂർ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരത്തനോട് നമുക്കൊരു ഹോം ടൂർ പോലെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അല്ല, നമുക്ക് ഇതും കൂടി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാൽക്കണിയിലുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ അതങ്ങനെ വേക്കൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതും കൂടി ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് മെല്ലെ പെട്ടെന്ന് തന്നെ അല്ല, മെല്ലെ നമുക്കൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഡീറ്റെയിൽ ഹോം ടൂർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വല്ലാതെ ഞാൻ ലാഗ് ചെയ്യിക്കണില്ല, നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഓക്കെ. അങ്ങനെ ഞാനിതേ കാലത്ത് തന്നെ ജിമ്മിനൊക്കെ പോകാൻ വേണ്ടി റെഡിയായി. ഏകദേശം ഒരു 6:30-7 മണിയാകുമ്പോൾ ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാറുണ്ട് കേട്ടോ. ആ സമയത്ത് ഞാൻ പോയി വരുന്ന വരെ ശരത്തേണ്ട ഋതു നല്ല ഉറക്കത്തിലായിരിക്കും. ഒരു 1 hour വർക്കൗട്ട് ചെയ്യുള്ളൂ. അപ്പോൾ വർക്കൗട്ടിനൊക്കെ ശേഷം എന്തെങ്കിലും റൂമിലേക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഗ്രാൻഡിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് റൂമിൽ പോകാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ബാറ്റർ വാങ്ങി, പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി നേരെ ഞാൻ റൂമിൽ പോവുകയാണ്. ശരത്തേട്ടൻ ഈവനിങ്ങിലാണ് കേട്ടോ ജിമ്മിന് വരാറുള്ളത്. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴാണ് വരാറുള്ളത്. നമ്മൾ 2 ടൈമിൽ വരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഋതുവിൻ്റെ ഒപ്പം എപ്പോഴും ഒരാളുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ 2 ടൈമിലായിട്ട് ജിമ്മിന് പോണത് കേട്ടോ. അപ്പോൾ ഞാൻ റൂമിലെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ കഴിച്ചു. ഋതുവിനും ഫുഡ് കൊടുത്തതിന് ശേഷമാണ് മെയിൻ്റനൻസ് എന്ന ആൾക്കാർ ഡ്രില്ലിങ് കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സ്പീക്കർ ഫിക്സ് ചെയ്യുമ്പോൾ ഞാൻ അപ്പോൾ ശരത്തേട്ടന് ഫോട്ടോ അയച്ചു കൊടുക്കും. കാരണം എനിക്ക് ഇതിനോട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും വലിയ അറിയില്ല കേട്ടോ, സ്പീക്കറിൻ്റെ എവിടെ വെക്കണം കാര്യങ്ങളൊന്നും. അപ്പോൾ ശരത്തേട്ടൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരോട് ഫൈനലൈസ് ചെയ്യുക, അത് മതി, ഈ ഒരു പൊസിഷൻ മതി ഡ്രിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരോട് ഓക്കെ പറയുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ ഇവർ ഏകദേശം എല്ലാതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഹാളിലുള്ള ഈ വാൾ മൗണ്ട് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്നാലും അവർ കുറേ സമയം എടുത്ത് ചെയ്തു. ആ ഒരു 6 മണിയാകുമ്പോഴാണ് അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയി കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ. ഫ്ലോർ ആണെന്നുണ്ടെങ്കിലും സൈഡ് ടേബിൾ, പിന്നെ അതേപോലെ നമ്മുടെ സോഫ, എല്ലാത്തിലും അത്യാവശ്യത്തിൽ ഏറെ പൊടികളുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ക്ലീനിങ് എന്ന് പറയുമ്പോൾ എനിക്ക് അപ്പം തന്നെ തോന്നി അത്യാവശ്യം നല്ല പണിയാണെന്നുള്ളത്. പിന്നെ നമ്മൾ ആ ഒരു സമയത്ത് ജസ്റ്റ് ലൈഫ് ആപ്പ് ത്രൂ ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അവർ ആ ഒരു ടൈമിൽ അവൈലബിൾ ആവുമോ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ അപ്പോഴും നമ്മൾ കുറേ വെയിറ്റ് ചെയ്യണം. ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ തന്നെ ക്ലീൻ ചെയ്യാന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ശരത്തേന് ഒരു അലർജി കഫ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പൊടി കാരണം ചിലപ്പോൾ അത് കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വെയിറ്റ് ചെയ്യണ്ട, ഞാൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഋതുവിന് കുറച്ച് നേരം TV ഒക്കെ വെച്ച് കൊടുത്തിട്ട്, കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടിയിൽ കിടന്നിട്ട് അവന് ഓടിക്കളിക്കും. അപ്പോൾ അവനെ കുറച്ച് നേരം ഞാൻ സോഫയൊക്കെ ക്ലീൻ ചെയ്തിട്ട് അവൻ അതിലിരുത്തി അവൻ TV കാണുന്ന സമയത്ത് ഞാൻ ഫ്ലോറൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫ്ലോർ തുടയ്ക്കുന്ന സമയമാകുമ്പോഴത്തേനും നിത്യം അവനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാം സെറ്റ് ചെയ്തപ്പോൾ ഇതാണ് കേട്ടോ റൂമിൻ്റെ അവസ്ഥ വന്നിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കോർണർ ഭാഗം കേട്ടോ റൂമിൻ്റെ. ഇതിലുള്ള ഈ ഹാങ്ങിങ് പ്ലാന്റ് നമ്മൾ തെമ്മൂന്ന് വാങ്ങിയതായിരുന്നു. അതിൻ്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക്
ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ താഴെ ഇരിക്കുന്ന ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ കരാമയിലുള്ള റൂമിലുള്ളപ്പോൾ നമ്മൾ വാങ്ങിയതായിരുന്നു. ഏകദേശം 2 വർഷമൊക്കെ ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരെ ഈ ഒരു കോർണർ സ്റ്റാൻഡ് താഴെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ റൂം ഏകദേശം മുഴുവനായിട്ട് ഒരു ലുക്ക് ഇങ്ങനെയാണ്. കോർണർ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ഈ ഒരു ക്ലോക്ക് ഇനിയിപ്പോൾ മാറ്റണം. നമ്മൾ ഹോളിലാണ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഹോളിലത്തെ ക്ലോക്ക് എടുത്ത് നേരെ നമ്മൾ ഈ റൂമിലേക്കും വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ റൂം ഏകദേശം ഇങ്ങനെയാണ് ഇപ്പോൾ. പിന്നെ നമ്മൾ വാഷ് റൂമിൽ ഒരു ഷാംപൂ ഹോൾഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഞാനൊരു പ്ലാന്റൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മെറ്റീരിയൽ ഫൈബർ ആണെങ്കിൽ കൂടിയും അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ വെയിറ്റൊക്കെ അതിന് ഓക്കെയാണ് അതിൽ വെക്കുമ്പോൾ. പിന്നെ പൂജാവുമാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ നമ്മൾ ഒരു ഹാങ്ങിങ് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വിളക്കൊക്കെ കൊടുത്താണെങ്കിൽ ചന്ദനത്തിരി വിളക്കൊക്കെ ഈ ഒരു ട്രേ പോലത്തെ സംഭവം കണ്ട് നമുക്ക് വലിക്കാൻ പറ്റും, അവിടെ വെക്കാം. അപ്പോൾ എന്തെങ്കിലും പൊടി കാര്യങ്ങളൊക്കെ വീഴുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈസിലി ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. പിന്നെ താഴെ ഒരു അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അപ്പോൾ 70 dirhamsന് ഇത് നമുക്ക് നല്ല ലാഭമാണ് കേട്ടോ ഈ ഒരു പൂജാ റൂം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു വാൾ മൗണ്ട് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു സംഭവമായിരുന്നു കേട്ടോ അത് അവർ അത്യാവശ്യം കുറേ സമയം എടുത്തിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ ഫോട്ടോ ഉണ്ടായിരുന്നില്ലേ, അത് പ്രതു ഞങ്ങൾക്ക് കഴിഞ്ഞ ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ ഫൈറ്ററിന് ആ ഒരു സൈഡിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ശരത്തേൻ്റെ ഗിഫ്റ്റ് കേട്ടോ, സർപ്രൈസ് ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ 3 പേരുടെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം എന്നുള്ളത്. അപ്പോൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് കേട്ടോ ഒരു സർപ്രൈസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് ഇത് കാണിച്ചു തന്നത്. അപ്പോൾ അത് നമ്മൾ ഇവിടെ ഈ ഒരു വാളിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വാളിൽ നമ്മൾ കുറച്ച് കൂടുതൽ ഫോട്ടോസ് കാര്യങ്ങൾ നമ്മുടെ ഫാമിലി ഫോട്ടോസ് എല്ലാവരും കൂടിയിട്ടുള്ളതൊക്കെ വെക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിനിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് അതിങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യണം. പിന്നെ നമ്മൾ കിച്ചൺ ഡോറിൽ ഇങ്ങനെ അത് ഹാങ് ചെയ്യാണ് ചെയ്തത്. കിച്ചൺ ഡോറിൽ നമുക്ക് ഡ്രില്ല് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവർ. അപ്പോൾ നമ്മുടെ വാഷ്റൂമിലുള്ള ആ ഒരു ഷാംപൂ ഹോൾഡർ ഉണ്ടല്ലോ, അതിലൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു ഹാങ്ങിങ് സംഭവം അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഇവിടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ ഹോമിൻ്റെ ഈ ഒരു ഹാങ്ങിങ് നമ്മൾ ഡ്രില്ല് ചെയ്യാനാണ് ചെയ്തത്. അത് വോളായ കാരണം ഡ്രില്ലിങ് പോസിബിൾ ആണെന്ന് പറഞ്ഞു. മറ്റേ ഡോറായ കാരണമാണ് ഡ്രില്ല് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്റ്റിക്കർ വെച്ചത്. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് കയറുന്ന ഭാഗത്തുള്ള കുറച്ച് പ്ലാന്റ്സ് കാര്യങ്ങളാണ്. മണി പ്ലാന്റ് നമ്മൾ വാങ്ങിയത് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ റൂമൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.